ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പർവിൻസ് റെസിപ്പി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്ക കൊണ്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ്. ഇത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അടികട്ടിയുള്ള ഏത് പാത്രവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമുക്ക് പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. 3 മുരിങ്ങയ്ക്ക മീഡിയം സൈസിൽ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഈ വെള്ളത്തിൽ വെന്ത് കിട്ടണം. അതിനായിട്ട് ഞാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് മുരിങ്ങയ്ക്ക എല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിന് ശേഷം ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇവിടെ ചെറുതായി അരിഞ്ഞത് ഞാനിട്ട് വഴറ്റുന്നുണ്ട്. കടുകും ജീരകവും ഒക്കെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വഴറ്റിയെടുത്തത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് നമുക്ക് മാറ്റാം. ഇതിന് ശേഷം ഒരു 3 തക്കാളി മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കറിക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച മുരിങ്ങയ്ക്ക എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കറി കുറച്ചും കൂടെ ലൂസ് ആവാൻ വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് വേവിക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊക്കെ പറ്റി നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.